അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് അടുത്തതായി കാണാനുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജബൽ അബി ഖുബൈസിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നാൽ അവിടെ പിന്നീട് നമുക്ക് അപ്പുറത്തൊരു മല കാണുന്നത് ആ മലയുടെ താഴ്വാരത്തായിരുന്നു ഷബ് അബി താലിബ് എന്ന് പറയുന്ന അബി താലിബിൻ്റെയും അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ ഒക്കെ കുടുംബം താമസിച്ചിരുന്ന ഒരു ഏരിയ ഇവിടെയാണ്. അഥവാ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ സഫാ മല, അവിടെ സഫാ മലയിൽ നിന്ന് നേരെ വന്ന് ജബൽ അബി ഖുബൈസ്, ഈ ജബൽ അബി ഖുബൈസാണ് ഈ വിശാലമായ ബിൽഡിങ് സമുച്ചയമൊക്കെ ഉള്ള ഈ ഒരു ഏരിയ. അത് കഴിഞ്ഞ് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് അതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന ഈ ഒരു മല, ആ ഒരു മലൻ്റെ താഴ്വാരത്താണ് പിന്നെ അബൂ താലിബിൻ്റെ കുടുംബവും അബ്ദുൽ മുത്തലിബിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബനു ഹാഷിം കുടുംബം താമസിച്ചിരുന്നൊരു ഭാഗമാണ് ഈ കാണിക്കുന്നത്. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലാണ് ജനിക്കുന്നത്. അബ്ദുൽ മുത്തലിബിൽ നിന്നും പിന്നീട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ആ വീട് ലഭിക്കുകയും പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം അതിൻ്റെ തൻ്റെ കുടുംബസ്വത്തായി തനിക്ക് ലഭിക്കുകയും ചെയ്ത ഒരു വീടാണ് ഈ കാണുന്നത്. ഇത് ഈ രീതിയിലല്ല കേട്ടോ, ഇതൊരു മക്തബത്തുൽ മുക്കറമ 1950കളിൽ ഉണ്ടാക്കിയ ഒരു ഭവനമാണിത്. പക്ഷേ ആ ഒരു സ്ഥലത്തായിരുന്നു ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മാക്സിമം എത്ര പോകാൻ കഴിയാമെന്നറിയില്ല. അവിടെയൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് കെട്ടി, പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടത്തേക്ക് അടുപ്പിക്കുന്നില്ല ആൾക്കാരെ. ഏതായാലും നമുക്ക് മാക്സിമം എത്രയൊക്കെ പോകാൻ കഴിയാതെ നമുക്ക് പോവാം. ഇതാണ് ജബൽ അബി ഖുബൈസ് ഇതുവരെ ഉണ്ടായിരുന്നു. ഈ ഒരു മല മൊത്തം അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ബിൽഡിങ്ങും കാര്യമൊക്കെ ആയിട്ട്, അഥവാ ഹറമിൻ്റെ സംരക്ഷണത്തിന് വേണ്ട ബിൽഡിങ്ങും കാര്യങ്ങളും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെയാണ് ഷബ് അബി താലിബ്. ഇനി നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വീടിനെ കുറിച്ച്, അവിടെ എങ്ങനെയാണ് ഒരു മക്തബയായി മാറിയത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. തങ്ങളുടെ വീട് 1300-ലേറെ കൊല്ലം വളരെ ഭംഗിയായി നിലനിർത്തിയിരുന്ന ഒരു വീടാണ്. പിൻകാലഘട്ടത്തിൽ അവിടെ അതിൻ്റെ ആ വീടിനോടനുബന്ധിച്ച് ഒരു പള്ളി ആ വീടിൻ്റെ ചാരയായി ഹൈസീറാൻ എന്ന മഹദി നിർമ്മിക്കുകയും ചെയ്തു പോന്ന് വളരെ മഹത്വമേറിയ ഒരു വീട് എങ്ങനെയാണ് ഇന്നൊരു മക്കത്തുൽ മുക്കറബ എന്നൊരു മക്തബയായി മാറിയത്? നിങ്ങളാരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ വീട്, ആ മക്തബയുടെ അടുത്തുണ്ടായിരുന്ന ആ വീട് മഹാനായ അബ്ദുൽ മുത്തലിബിൻ്റെ വീടായിരുന്നു. അത് മഹാനായ അബ്ദുൽ മുത്തലിബ് അവരുടെ കയ്യിൽ നിന്ന് കുടുംബസ്വത്തായ അബ്ദുൽ റളിയല്ലാഹു അൻഹുവിന് ആ വീട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആ വീട് വന്നു ചേരുകയാണ്. ആ ഒരു വീടിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളിയും അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചു മാറ്റി ഇന്ന് ഈ ഒരു രൂപത്തിൽ ഇവിടെ മക്തബ നിർമ്മിച്ചത് എങ്ങനെയാണ്? ആ വീട് പൊളിച്ചു മാറ്റിയ ആ ഒരു കാലത്ത് അവിടെ കാലങ്ങളോളം പിന്നെ മക്കയിലെ കാലിക്കച്ചവട കേന്ദ്രമായി നിലനിന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും വഹാബിസ ഈ ഉമ്മത്തിനോട് കാണിച്ച ക്രൂരത എത്ര മാത്രമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ആ വീട് പിൻകാലത്ത് അബ്ദുൽ മുത്തലിബിൽ നിന്നും അബ്ദുൽ റളിയല്ലാഹു അൻഹുവിന് അനന്തര സ്വത്ത് ആയി ലഭിച്ച ഒരു വീടാണിത്. ഇവിടെയാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വീട്ടിലാണ് പ്രസവിച്ചത്. പവിത്രതയേറെയുള്ള അബ്ദുൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായി ജനിച്ച ആ കുട്ടിയെയും എടുത്ത് തവാഫ് ചെയ്യാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് കൊണ്ടുപോകുന്നുണ്ട്. അവിടുന്ന് പ്രസവിച്ച ഉടനെ ആ ഒരു കുട്ടി പ്രസവിച്ച ഉടനെ അബ്ദുൽ മുത്തലിബ് വീട്ടിലില്ലായിരുന്നു. ഐമനോ അഥവാ തൻ്റെ പ്രസവ ശുശ്രൂഷയ്ക്ക് വന്നിരുന്ന പെണ്ണോ അതല്ല അമീന ബീവി ആരോ ഒന്ന് അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു വരുത്തുകയും അങ്ങനെ വിളിച്ചു വരുത്തിയ ഉടനെ തന്നെ അബ്ദുൽ മുത്തലിബ് ആ കൊച്ചു കുഞ്ഞിനെ, ആ പിറന്നു വീണ കുഞ്ഞിനെയും എടുത്ത് വിശുദ്ധ കഅബയുടെ അടുക്കിലേക്ക് ഓടുകയും എന്നിട്ട് തവാഫ് ചെയ്യുകയും ചെയ്ത് ആ കുട്ടിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന വീട് ഇത് തന്നെയാണ്. എണ്ണിയാലൊടുങ്ങാത്ത മഹത്വമേറിയ ആ വീട് ഇന്ന് ഈ ഒരു രീതിയിലായി മാറിയിരിക്കുകയാണ്. മഹദിയായ ഹലീമത്തു സഅദിയ ബീവി റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനെയും എടുത്ത് മുലയൂട്ടാൻ കൊണ്ടുപോയതിന് ശേഷം പിന്നീട് 4 വയസ്സിന് ശേഷം
മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം നടക്കുന്നത് വരെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിച്ച വെച്ച് വളർന്ന അത് ഈ ഒരു വീട്ടിലാണ്. കല്യാണശേഷം തൻ്റെ പിതാവിൻ്റെ അനന്തരസ്വത്തായ ആ വീടിൽ പ്രവാചകൻ തനിക്ക് തൻ്റെ ഉപ്പയിൽ നിന്ന് കിട്ടിയ സ്വത്ത് എന്നുള്ള രീതിക്ക് വളരെയേറെ സൂക്ഷ്മതയോടുകൂടി ആ വീടിനെ സംരക്ഷിച്ചു പോന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലാണ് വളരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 6-ാമത്തെ വയസ്സിൽ തൻ്റെ ഉമ്മ വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമൻ എന്ന ബറക്കത്തുൽ ഹബ്ഷിയ എന്ന പരിചാരികയുമായി പിന്നീട് താമസിക്കുന്നതും ആ വീട്ടിൽ തന്നെയാണ്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 25-ാമത്തെ വയസ്സിൽ മഹദിയായ ഖദീജ ബീബിയുമായി കല്യാണം നടക്കുന്നു. അതുവരെ സ്ഥിരമായി ഈ ഒരു വീട്ടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നത്. ചരിത്രത്തിൽ അന്നത്തെ സൗദി ഗവൺമെൻറ് അധികാരത്തിൽ കയറുന്നത് വരെ അന്നത്തെ ആ ഒരു അഥവാ ഒരു 200 വർഷത്തിൻ്റെ ഇങ്ങോട്ട് ആ 200 വർഷം മുമ്പ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം അധികാരത്തിൽ കയറുന്നത് വരെ ആ വീടിനൊരു കേടുപാടും ആരും വരുത്തിയിരുന്നില്ല. ഈ വീട്ടിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് വളർന്ന് ഇവിടെ വെച്ചാണ് യുവാവായത്. പിൻകാലത്ത് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ 8 വയസ്സിന് ശേഷം അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ 2 വർഷവും പിന്നീട് 8 വർഷക്കാലത്തോളം അബൂ താലിബിൻ്റെ സംരക്ഷണത്തിൽ 8 വയസ്സിന് ശേഷം പിന്നീട് അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയുന്നത് ഈ ഒരു വീട്ടിലാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 53-ാമത്തെ വയസ്സ് വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരികയും താമസിക്കാറൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. കാരണം തൻ്റെ സ്വന്തം വീടാണ്. 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയപ്പോൾ പിതൃവ്യനായ പിതൃവ്യപുത്രനായ അഖീൽ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ആ വീട് വെറുതെ നൽകുകയാണ് പ്രവാചകർ ചെയ്തത്. തൻ്റെ പിതാവും മാതാവും താമസിച്ച് മരിച്ചുപോയ വീട് ഈ ഒരു വീടായതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിൽക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്നില്ല. പകരം ഹിജ്റ പോകുമ്പോൾ അഖീൽ ബിൻ അബീ ത്വാലിബിന് കൈമാറുക മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. പിന്നീട് ഈ കാണുന്ന ഈ ഒരു വീട് പിന്നീട് ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്ന വീട് പിന്നീട് അഖീൽ ബിൻ അബീ താലിബിൽ നിന്ന് ആ വീട് അഖീൽ ബിൻ അബീ താലിബ് അദ്ദേഹത്തിൻ്റെ മകന് നൽകുകയും അദ്ദേഹത്തിൻ്റെ മകന് 1,00,000 ദിർഹമിന് മുഹമ്മദ് ബിൻ യൂസുഫ് എന്ന ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ സഹോദരനാണ് എന്നൊക്കെ പറയപ്പെടുന്ന അല്ലാഹു അലം. ഏതായാലും മുഹമ്മദ് ബിൻ യൂസുഫ് എന്ന ഒരു പ്രമാണിക്ക് ആ വീട് വിലക്ക് നൽകുകയാണ്. അഖീൽ ബിൻ അബീ താലിബിൻ്റെ മകനാണ് ആ വീട് വിൽക്കുന്നത്, മുഹമ്മദ് ബിൻ യൂസുഫ്. പിന്നീട് ഉമവിയ കാലഘട്ടത്തിലും മുഹമ്മദ് ബിൻ യൂസുഫിൻ്റെ കുടുംബമാണ് ഈ വീട് തന്നെ കൈകാര്യം ചെയ്ത് പോന്നിരുന്നത്. പിന്നെ അമവി ഭരണ കാലഘട്ടത്തിന് ശേഷം അബ്ബാസികൾ രംഗത്ത് വന്നപ്പോൾ അബ്ബാസി ഖലീഫ അൽ മഹദിയുടെ ഭാര്യ ഖൈസിറാൻ എന്ന മഹദി ഈ വീട് വില കൊടുത്ത് വാങ്ങുകയാണ്. പിന്നീട് വീണ്ടും മഹാനായ ഹാറൂൻ റഷീദിൻ്റെയും ഒക്കെ മൂസൽ ഹാദി തുടങ്ങിയവരുടെയൊക്കെ ഉമ്മയായിരുന്ന ഖൈസിറാൻ റളിയല്ലാഹു അൻഹ മുഹമ്മദ് ബിൻ യൂസുഫിൻ്റെ കയ്യിൽ നിന്ന് മഹദി ആ വീട് വില കൊടുത്ത് വാങ്ങിയതിന് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ ആ വീട്ടിനെ സംരക്ഷിച്ച് പോരുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി മഹദിയായ ഖൈസിറാൻ ബീബി റളിയല്ലാഹു അൻഹ നിർമ്മിച്ചു. ആ പള്ളിയിൽ അഥവാ ഈ ഒരു മക്തബ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പള്ളിയും ഉണ്ടായിരുന്നു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് പുറമെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വീട്ടിൽ വരുന്നവർക്ക് ബറക്കത്തെടുക്കാനും അവിടെ കയറി നമസ്കരിക്കാനുമുള്ള എല്ലാം ഉള്ളൊരു സൗകര്യത്തോടു കൂടി മഹദിയ വീടിനെ പുനർനിർമ്മിച്ചു. അന്നത്തെ കാലത്ത് മുഴുവൻ സമയവും ആ പള്ളിയിൽ മൗലിദ് പാരായണവും ഖുർആൻ ജൽസയും എല്ലാം നടന്നതായി കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ രേഖകളിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി കാണാൻ കഴിയും. ഒരുപാട് പണ്ഡിതന്മാർ അതിനെ അഥവാ ഹിജ്റ 200-ൽ ജനിച്ച അന്നഖാഷിനെ പോലെയുള്ള, ഹിജ്റ 510-ൽ ജനിച്ച അബുൽ ഫറജ് ഇബ്നുൽ ജൗസിയെ പോലെയുള്ള, ഹിജ്റ 540 ജനിച്ച ഇബ്നുൽ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്രാവിവരമായ റഹിലത്ത് ഇബ്നു ജുബൈർ എന്ന ആ ഗ്രന്ഥത്തിലും അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ആ വീടിൻ്റെ മഹത്വവും ഏറ്റവും അഥവാ ഭൂമിയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലവും അവിടുത്തെ ശരീരം സ്പർശിച്ചിട്ടുള്ള ആ ഒരു മണ്ണും പരിശുദ്ധമായ മണ്ണും ഏറ്റവും പരിശുദ്ധവും പവിത്രവുമായ ആ മണ്ണും മക്കയിൽ കാണാനുള്ള ഏറ്റവും വലിയ ഒരു അസറാണ് എന്ന്
ഒക്കെ പണ്ഡിതന്മാർ ഇവരുടെ കിതാബുകളിലെല്ലാം എഴുതി വെച്ചതാണ്. ഇബ്നു ജുബൈർ എല്ലാം എഴുതി വെച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതിനേക്കാൾ വർണ്ണനയുള്ള ഒരു വീട് വേറെ അന്ന് ആ ഒരു മക്ക പ്രദേശത്തില്ലായിരുന്നു. ആ പള്ളിയുടെ ഏകദേശ ഭാഗവും ഖൈസിറാൻ ബീവി നിർമ്മിച്ച ആ ഒരു പള്ളിയുടെ ഏകദേശ ഭാഗവും സ്വർണം പൂശിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് മഹാനായ ഇബ്നു ജുബൈറിൻ്റെ എല്ലാം ഗ്രന്ഥത്തിൽ അങ്ങനെ സ്വർണം പൂശിയതെല്ലാം രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ ആ മണ്ണിൻ്റെ മഹത്വം എത്രമാത്രമായിരുന്നു അവരെല്ലാം രേഖപ്പെടുത്തിയത്. ആ പ്രസവിച്ച് വീണ ആ ഒരു സ്ഥലം വെള്ളികളുടെ പാളി കൊണ്ട് കെട്ടി അലങ്കരിച്ച് അടയാളപ്പെടുത്തിയിട്ടുകയും അവിടെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് വീണ സ്ഥലം എന്ന് വ്യക്തമായി എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വിശദമായി തൻ്റെ റിഹിലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സൃഷ്ടിജാലങ്ങളുടെ ഏറ്റവും ഉത്തമരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ മണ്ണിൻ്റെ മഹത്വം അത്രമാത്രമായിരുന്നു. അവിടെ സന്ദർശകർക്ക് വേണ്ടി ഈ ഒരു വീട് തുറന്നു കൊടുക്കുകയും ആളുകൾ ബർത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നെല്ലാം മുൻകാല പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഹിജ്റ 1703 ജനിച്ച ഇബ്നു ബത്തൂത്തയുടെ റിഹിലയിൽ വളരെ വിശദമായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഹിജ്റ 924 രചിക്കപ്പെട്ട ഇബ്നു ദിയാഉൽ മുഖദ്ദസ് റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ച ആ സ്ഥലത്തിൻ്റെ മഹത്വം പറയുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വം മുൻകാല ചരിത്രകാരന്മാരെല്ലാവരും ആ വീടിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനനം നടന്ന ആ സ്ഥലത്ത് സൂഖുൽ ലൈലിൻ്റെ ആ പള്ളി പ്രധാനപ്പെട്ട ഒരു പള്ളിയാക്കുകയും അവിടെ എല്ലാ സൗകര്യങ്ങളോടു കൂടി അവിടെ ഉപയോഗപ്പെടുത്തുകയും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ സ്ഥലമെന്ന് വ്യക്തമായി കൃത്യമായി അടയാളപ്പെടുത്തുകയും എന്നെല്ലാം ഇബ്നു ദിയാഉൽ മുഖദ്ദസി അദ്ദേഹത്തിൻ്റെ താരീഖിൽ എഴുതി വെച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ആ ഒരു വീടിൻ്റെ മഹത്വം പറഞ്ഞതായി ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അങ്ങനെ 1800ഓളം കൊല്ലം ഒരു കേടുപാടും വരുത്താതെ അതാത് കാലത്തെ പണ്ഡിതന്മാരും ഭരണാധികാരിമാരും എല്ലാവരും ആ ഒരു വീടിൻ്റെ വളരെ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി പോന്നു. പിന്നീട് AD 7-ാം നൂറ്റാണ്ടിൽ മുതൽ ഇതിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് പിന്നീട് എന്നാണ് AD 19-ാം നൂറ്റാണ്ടിലാണ്. അഥവാ 7-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വീടിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു എന്നുള്ളതിൻ്റെ ചരിത്ര സാക്ഷിയാണ് ഞാൻ ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ എല്ലാം കിതാബുകളിൽ നിന്ന് അതിനിടയിൽ വന്ന ഓരോ നൂറ്റാണ്ടുടെയും കിതാബുകളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായി പുണ്യ റസൂലിൻ്റെ ഈ ഒരു വീട് തകർക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യനായ സൗദ് അധികാരത്തിൽ വരുന്ന സമയത്താണ്. അദ്ദേഹം പരിശുദ്ധ മക്കയുടെയും മദീനയിലെ ഇത്തരത്തിലുള്ള സർവ്വ ആസാറുകളും തകർക്കുകയും പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഈ ഒരു ഗേഹം ഈ ഒരു ഭവനം പൊളിച്ചു മാറ്റാൻ നേതൃത്വം നൽകുകയും ബറക്കത്തെടുക്കുന്നതിന് അവർ നിഷേധിച്ചുകൊണ്ട് അതിനെ തരിപ്പിടമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മുൻകാലത്ത് വന്ന പണ്ഡിതന്മാർ സ്വഹാബികളോ താബീങ്ങളോ ഉത്തമ നൂറ്റാണ്ടിൽ പിറന്ന വലിയ വലിയ പണ്ഡിതന്മാരോ അന്നത്തെ കാലത്ത് ഒരു പണ്ഡിതന്മാരോ ഒന്നും തന്നെ അവിടെ നിലനിർത്തുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലായിരുന്നു. പക്ഷേ 1806 തുടങ്ങിയ ഈ ഭരണകൂടം അവരുടെ അക്രമങ്ങൾ കൊണ്ട് അത് ഇല്ലാതാക്കിയെങ്കിലും പിന്നീട് 1818 അന്നത്തെ തുർക്കി രാജാവ് മഹ്മൂദ് രണ്ടാമൻ്റെ കീഴിലുള്ള ഈജിപ്തിലെ ഗവർണറായ മുഹമ്മദ് പാഷയുടെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് അലി പാഷയും തുർക്കി പട്ടാളവും ജസീറത്തിൽ നിന്ന് ഈ ഒരു പ്രസ്ഥാനത്തെയും അവരുടെ അധികാരത്തെയും തുടച്ചു നീക്കിയെങ്കിലും 12 വർഷം കൊണ്ട് അവർ ആദ്യം തകർത്തതിനെല്ലാം പുനർനിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് രണ്ടാമത് വീണ്ടും 1839 ആകുന്ന ആ ഒരു സമയമായപ്പോൾ വഹാബിസം തകർത്ത ആ ഒരു വീടും ആ ഒരു പള്ളിയുമെല്ലാം വീണ്ടും അവർ തുർക്കി രാജാക്കന്മാർ പുനർനിർമ്മിച്ചുവെങ്കിലും പിന്നീട് 1926 ശേഷം വന്ന രണ്ടാം സൗദി ഭരണകൂടമാണ് പിന്നീട് ഇതിനെ തരിപ്പിടമാക്കുന്നത്.
അതിന് മഹാനായ എഴുത്തുകാരൻ മുഹമ്മദ് ലബീബുൽ ബത്തനേനിയുടെ ഗ്രന്ഥത്തിൽ 1910 ആ ഗ്രന്ഥം രചിക്കുന്നത്. ആ ഒരു ഗ്രന്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വീട് പുതുക്കി പണിതതിനെക്കുറിച്ചും തുർക്കി രാജാക്കന്മാർ വന്ന് വഹാബിസത്തെ തകർത്തതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പറയുന്നതായി മുഹമ്മദ് ലബീബുൽ ബത്തനേനിയുടെ ഗ്രന്ഥത്തിലെല്ലാം വിവരിക്കുന്നത് കാണാം. അഥവാ 1910 ശേഷം ആ ഒരു ഉണ്ടായിരുന്നതിന് അത് തെളിവായി നമുക്ക് ഉദ്ധരിക്കാം. 1926 രണ്ടാം സൗദി ഭരണകൂടം നിലവിൽ വന്നത് അവർ പിന്നെ ഈ തുർക്കി രാജാക്കന്മാർ പുനർനിർമ്മിച്ച ആ നിർമ്മിതികളെല്ലാം അവർ പിന്നീട് തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധ മേനി സ്പർശിച്ച മണ്ണും അതിനോട് ചാരെ ഖൈസറാൻ ബീബി റളിയല്ലാഹു അൻഹ നിർമ്മിച്ച ആ ഒരു മസ്ജിദും മക്കയുടെ കാലിച്ചന്തയുടെ ആ ഒരു രൂപത്തിലേക്ക് പിന്നെ മാറ്റിത്തിരുത്തുകയും ചെയ്തുകൊണ്ട് 1926 രണ്ടാമതും അവർ ഈ ഒരു ആക്രമണം നടത്തി അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം പിന്നീട് അവരെ ഒഴിഞ്ഞ ഒരു കാലിപ്പറമ്പാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. പിന്നീട് 1950 ആ ഒരു കാലഘട്ടത്തിൽ 1950 തന്നെയാണ് തോന്നുന്നു. ആ ഒരു കാലത്തിൽ ഷെയ്ഖ് അബ്ബാസ് യൂസുഫ് അൽ ഖദ്ദാനി എന്ന ഒരു വ്യക്തി ഈ ഒരു സ്ഥലം, ആ ഒരു വീട് നിന്നിരുന്ന സ്ഥലം ഈ കാണുന്ന രൂപത്തിൽ കാലിച്ചന്തയാക്കി എന്നെല്ലാം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി കാണാം. ആ ഒരു സ്ഥലത്തെ വില കൊടുത്ത് അൽ ഖദ്ദാനി എന്ന് പറയുന്ന അബ്ബാസ് യൂസുഫ് അൽ ഖദ്ദാനി എന്ന ഒരു അബ്ദുൽ അസീസ് എന്ന വ്യക്തി മഹാനായ അന്നത്തെ രാജാവായിരുന്ന അബ്ദുൽ അസീസ് രാജാവിനോട് ആ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും പ്രൈവറ്റ് സ്ഥലമാക്കി മാറ്റുകയും എന്നിട്ട് അദ്ദേഹമാണ് ഈ ഒരു മക്തബത്തുൽ മുക്കറമ എന്ന ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പിറന്നു വീണ ആ ഒരു മണ്ണിനെ ഇങ്ങനെ ഇടുന്നതിന് പകരം ഒരു മക്തബയാക്കി മാറ്റുകയും ചെയ്തത് അദ്ദേഹമാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖൈസിറാൻ ബീവി റളിയല്ലാഹു അൻഹ നിർമ്മിച്ച ഒരു പള്ളിയും അവിടെ ഉണ്ടായിരുന്നു. ആ പള്ളിയും ഇന്നൊരു മക്തബയാണ് അവിടെ. അതല്ലാതെ അവിടെ ഒരു പള്ളി പൊളിച്ച് മക്തബയാക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ഹാറൂൻ റഷീദിൻ്റെയും മൂസൽ ഖാദിയുടെയും എല്ലാം ഉമ്മയായ ഐസിറാം ആ സ്ഥലം വാങ്ങിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു പള്ളിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വീട് നിലനിർത്തുകയും എല്ലാം ചെയ്തതിന് അവർ തരിപ്പിടമാക്കിയതിന് പിന്നീട് രണ്ടാമത് ഒരു സൗദി പൗരൻ അബ്ബാസ് യൂസുഫ് എന്ന ഒരു സൗദി പൗരൻ വന്നുകൊണ്ട് ആ സ്ഥലം വില കൊടുത്ത് വാങ്ങി അവിടെ നിർമ്മിച്ച ആ ഒരു ബിൽഡിങ്ങാണ്, ആ ഒരു മക്തബയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. അതല്ലാതെ ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് നിർമ്മിച്ചതൊന്നുമല്ല എന്നാണ് എനിക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ സാധിച്ചത്. അള്ളാഹു ഈ ഒരു വീടിനെ പുനർനിർമ്മിക്കാനും പഴയ രൂപത്തിൽ അബ്ബാസിയ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്ന ആ ഒരു നിർമ്മിതി പോലെ തന്നെ വീണ്ടും അതിനെ പുനർനിർമ്മിക്കാനും സൗദി ഭരണകൂടങ്ങൾക്ക്